അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനെ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും അനുഭവിക്കുന്ന എല്ലാത്തരം പ്രയാസങ്ങൾക്കും അല്ലാഹു ആശ്വാസവും പരിഹാരവും നമുക്ക് നൽകുമാറാകട്ടെ. പ്രാർത്ഥനകൾ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ, ആഗ്രഹങ്ങളെ അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് തൗഹീദിലായി മരണത്തെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ ഏതു കാര്യത്തിലും നമ്മുടെ മുന്നിൽ ആത്യന്തികമായി ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അല്ലാഹുവിൻ്റെ അനുഗ്രഹസമ്പൂർണമായ ആസ്വാദനങ്ങളുടെ കേന്ദ്രമായ അതിവിശാലമായ സ്വർഗത്തിൻ്റെ അർഹരാവുക, അഹിലുകാരാവുക എന്നതാണ്. അല്ലാഹു അതിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗം ഒരുക്കി വെച്ച റബ്ബ് ആ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ അപാരമായ കാരുണ്യത്താൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിലൊന്ന്, ആ സ്വർഗം നമുക്ക് നേടിത്തരാൻ സഹായകമായിട്ടുള്ള എന്തെല്ലാം വിശ്വാസ ആചാര കർമ്മങ്ങൾ നമ്മൾ ചെയ്യണോ അതെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ
അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിൻ്റെ ആദ്യ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക, തീർച്ചയായും ഈ വേദഗ്രന്ഥത്തെ താങ്കൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു. ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, ജനങ്ങളെ എല്ലാ ഇരുട്ടുകളിൽ നിന്നും നേരിൻ്റെ പ്രകാശത്തിലേക്ക് പുറത്തു കൊണ്ടുവരാൻ. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അനുമതി പ്രകാരം. ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, പ്രതാപശാലിയായ സ്തുത്യർഹനായ ആ റബ്ബിൻ്റെ നേരായ വഴിയിലേക്ക്, സ്വർഗം കിട്ടുന്ന മാർഗത്തിലേക്ക്, എല്ലാ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ഈ ഗ്രന്ഥം താങ്കൾക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നത് അവിശ്വാസത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ, അജ്ഞതയുടെ, ദുരാചാരങ്ങളുടെ, അധർമ്മങ്ങളുടെ ഇരുട്ടുകളിൽ നിന്ന് നേരിൻ്റെ, നന്മയുടെ, തൗഹീദിൻ്റെ, സ്വർഗത്തിൻ്റെ വെളിച്ചമുള്ള വഴിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ അള്ളാഹ് തന്നതാണ് ഖുർആൻ. രണ്ടാമത്തെ ഒരു അനുഗ്രഹം അള്ളാഹു നമുക്ക് ചെയ്തു തന്നത്, ആ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ഖുർആനിനെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന് കാണിച്ചു തരാൻ ലോകത്തെ ഏറ്റവും അത്യുത്തമ സൃഷ്ടിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നമുക്ക് അയച്ചു തന്നു, നിയോഗിച്ചു എന്നത്. ആ പ്രവാചകനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ അഹ്സാബിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലഖദ് കാന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് അത്യുത്തമ മാതൃകയുണ്ട്. ആർക്കാണ് ആ മാതൃക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദകറല്ലാഹ കതീറാ. അല്ലാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിച്ച് ജീവിക്കുന്ന, പടച്ചോനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന്. അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ചെയ്തത്, അനുവാദം തന്നത്, കാണിച്ചു തന്ന കാര്യങ്ങൾ മാതൃകയായി ജീവിതത്തിൽ പൂർണ്ണമായി പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് സ്വർഗം കിട്ടാൻ ആ മാതൃക മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാണ്. സഹോദരങ്ങളെ, ഈ രണ്ടു കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയോഗിച്ചു തന്നപ്പോൾ, ഈ രണ്ടു കാര്യങ്ങളെയും കേട്ടും കണ്ടും അറിഞ്ഞും ജീവിതത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവന്ന് മാതൃകയായി ജീവിച്ച ഒരു ജനതയെ കൂടി നമ്മുടെ മുന്നിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ്. അതുകൊണ്ട് ആ സ്വഹാബത്തിൻ്റെ മാതൃക നമ്മൾ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ഉമ്മത്ത് 73 വിഭാഗമായി ഭിന്നിച്ചു പോകും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ. ആ 73 എല്ലാവരും നരകത്തിലേക്കാണ്, ഒരു വിഭാഗം ഒഴികെ. ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, വമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ആ സ്വർഗം കിട്ടുന്ന, നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഒരു വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടോ ആ വഴിയിൽ ജീവിക്കുന്നവർ. അപ്പോൾ നോക്കൂ നിങ്ങൾ, അവിടെ സ്വഹാബത്തിനെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു. അഥവാ സ്വഹാബത്തിൻ്റെ ജീവിതം പ്രമാണമാണ് എന്നല്ല, പക്ഷെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ആ പ്രമാണത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്നതിൻ്റെ ഒരു രീതിശാസ്ത്രമായി സ്വഹാബത്തിനെ കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങൾ, ഈ 3 കാര്യം നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രവാചക സ്നേഹമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന വിഷയത്തിൽ ഖുർആൻ എന്തു പറഞ്ഞു, സുന്നത്ത് എന്തു പറഞ്ഞു, ആ ഖുർആനും സുന്നത്തും അനുസരിച്ച സ്വഹാബത്ത് എന്ത് കാണിച്ചു തന്നു? ഖുർആൻ പറയാണ്, വിശുദ്ധ ഖുർആൻ സൂറ തൗബയുടെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ
വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ. ചില കാര്യം അല്ലാഹു എണ്ണി പറയാൻ. നിങ്ങളുടെ ഉപ്പമാർ, മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, വഅശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ, നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ സമ്പത്ത്, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, എങ്ങാനും നഷ്ടം വന്നു പോകുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം, വമസാകിനു തർലൗനഹാ, നിങ്ങൾ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന നിങ്ങളുടെ വീടുകൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം ഇതാണെങ്കിൽ, വജിഹാദിൻ ഫീ സബീലി, വജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും റസൂലിനേക്കാളും പടച്ചോന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ ഉപ്പാനെ ആണെങ്കിൽ, ഉമ്മാനെ ആണെങ്കിൽ, മക്കളെ ആണെങ്കിൽ, ഇണകളെ ആണെങ്കിൽ, കുടുംബത്തെ ആണെങ്കിൽ, കച്ചവടത്തെ ആണെങ്കിൽ, സമ്പത്തിനെ ആണെങ്കിൽ, നിങ്ങളുടെ വീടുകളെ ആണെങ്കിൽ, ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നോളൂ, ഹത്താ യഅതി അല്ലാഹു ബി അംരി, അല്ലാഹു അവന്റെ ശിക്ഷാ നടപടി കൊണ്ടുവരുന്നതിന്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ? നമ്മുടെ ജീവിതത്തിലെ എല്ലാറ്റിനേക്കാളും നമുക്കിഷ്ടം അള്ളാഹിനോടും റസൂലിനോടും ആകണം. അപ്പൊ ഖുർആൻ പറയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലദീ നഫ്സി ബിയദി ലാ യുഹ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ഒരിക്കലും വിശ്വാസിയാകൂല നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ലോകത്തെ മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും ഈമാനുള്ള ആൾക്കാരാകൂല. അപ്പോൾ ഖുർആനും സുന്നത്തും അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ സഹാബത്ത് എങ്ങനെ സ്നേഹിച്ചു? ചരിത്രം വായിക്കുമ്പോൾ സഹോദരങ്ങളെ വല്ലാത്ത അത്ഭുതങ്ങൾ നമുക്ക് കാണാം. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ റഅയ്തു അഹ്ലൽ മദീനതി ഫരിഹൂ ബിശൈഇൻ, മദീനക്കാർ ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫറഹും ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്നതിനെ, മദീനയിലേക്ക് വന്ന കാര്യത്തിൽ അവർ സന്തോഷിക്കുന്നതിനേക്കാൾ മറ്റൊരു കാര്യത്തിലും മദീനക്കാർ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സ്നേഹിച്ചു അവർ. ഇനി നോക്കൂ നിങ്ങൾ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖല്ല ലൈലത്തുൻ തഅതി അലയ്യ ഇല്ലാ വഅന അറാ ഫിഹാ ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ജീവിതത്തിൽ വളരെ കുറഞ്ഞ രാത്രികളല്ലാതെ കടന്നുപോയിട്ടില്ല എൻ്റെ ഖലീലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടല്ലാതെ. വഅനസുൻ യഖൂലു ദാലിക വതദ്മഉ ഐന, ഇത് പറയുന്ന സ്വഹാബത്ത് പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. കാലമേറെ കഴിഞ്ഞിട്ടും എൻ്റെ റസൂലിനെ സ്വപ്നം കാണാത്ത രാത്രികൾ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു ആ ജീവിതത്തോട് അവർ റസൂലിനെ ചേർത്ത് വെച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിൻ്റെ കൂടെ ഹിജറ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബിൻ്റെ കൂടെ ഹിജറ പോകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം കരഞ്ഞു. ആ കരഞ്ഞപ്പോഴാണ് സന്തോഷം വന്നാൽ ഒരു മനുഷ്യൻ കരയുമെന്ന് ഞാൻ മനസ്സിലാക്കിയതെന്ന്. ഇനി നോക്കൂ നിങ്ങൾ, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ദീനിന്റെ ശത്രുവായി ജീവിച്ച കാലത്ത് പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ സ്വഹാബത്ത് സ്നേഹിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഏറ്റവും ഇഷ്ടം എനിക്ക് റസൂലിനോടാണ്, ഞാൻ ഏറ്റവും ആദരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ആദരവിന് കുറവ് വരുമോ എന്ന് പേടിച്ച് റസൂലിൻ്റെ മുഖത്തേക്ക് ഞാൻ സൂക്ഷ്മമായി നോക്കിയിട്ട് പോലുമില്ല എന്ന്. നോക്കൂ നിങ്ങൾ, ഒരു ഉപദേശം കേൾക്കെ ഇത് റസൂലിൻ്റെ മരണത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഉൾക്കൊള്ളാനാകാതെ ഭ്രാന്തു പിടിച്ച അവസ്ഥയിൽ ഉമർ റളിയല്ലാഹു അൻഹു പെരുമാറി. കയ്യിലുള്ളത് ചെലവഴിച്ച് ദീനിനെ സഹായിക്കാൻ പറഞ്ഞപ്പോൾ മുഴുവൻ എടുത്തു കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു, കുടിക്കുന്ന വെള്ളത്തേക്കാൾ എനിക്കിഷ്ടമാണ് എൻ്റെ റസൂലിനോടെന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു. ഇതൊക്കെ സ്വഹാബത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാതൃകകളാണ്. ഇനി സഹോദരങ്ങളെ, ഇങ്ങനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ, സ്നേഹിച്ചാലേ നിങ്ങൾ വിശ്വാസിയാകൂ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ
അത്യത്ഭുത മാതൃക കാണിച്ച സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു, ഇവരാരെങ്കിലും നബിദിനാഘോഷം നടത്തിയോ, മൗലിദുൻ നബി കൊണ്ടാടിയോ? ആഘോഷിക്കുന്നവർ തന്നെ പറയുന്നത് എന്താ? ഹിജറ 300 ശേഷം വന്നത്. ഈ ഹിജറ 300 ശേഷം വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പറയും ഹിർബൽ ഭരിച്ച മുളഫർ രാജാവ് കൊണ്ടാടി. മുളഫർ 600-ാമത്തെ വർഷത്തിലാണ്. 300-ന്റെയും 600-ന്റെയും ഇടയിൽ ഒരു 300 കൊല്ലമുണ്ടല്ലോ. എൻ്റെ സഹോദരങ്ങളെ, ബോധപൂർവം ഇത് ചരിത്രത്തിൽ നിന്ന് ഇവർ മറച്ചു വെച്ചത്. അവിടെ ഒരു ചതിയുണ്ട്. ഇത് കൊണ്ടുവന്നതും ആ 300 കൊല്ലം ഇത് കൊണ്ടാടിയതും വിശ്വാസികളുടെ ശത്രുക്കളായ സ്വയം ഫാത്തിമികളിൽ എന്ന് അവകാശപ്പെട്ട ഉബൈദിയാക്കളാണ്. അവരെ കുറിച്ച് അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞ എന്താണെന്നറിയോ? കുഫാറുൻ ഫുജ്ജാറുൻ ഫുസ്സാഖുൻ, കാഫിറുകളും തെമ്മാടികളും താന്തോന്നികളുമായവർ, സ്വയം ദൈവീകത വാദിച്ചവർ, രക്തം ചിന്തിയവർ, ലൈംഗികതയുടെ കവാടം തുറന്നുകൊടുത്തവർ എന്ന് പറഞ്ഞാൽ അവരുടെ ഖലീഫയുടെ പേര് കേട്ടാൽ അവർ സുജൂദ് ചെയ്യും. അള്ളാനെ കുറിച്ച് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്തവർ, ളുഹാ നിസ്കരിച്ചതിൻ്റെ പേരിൽ ആളുകളെ തടങ്കലിലാക്കിയവർ, താന്തോന്നിത്തരങ്ങൾ ചെയ്തവർ, അവരെ വിശ്വാസികൾ അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആളുകൾക്കിടയിൽ സ്വീകാര്യത കിട്ടാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് കഴിക്കൽ. മാത്രമല്ല, പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങൾ, അതാണല്ലോ റബീഉൽ അവ്വലിന്റെ 12. ആ സമയത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശങ്ങൾ എത്ര വലുതാ. ആ ഉപദേശങ്ങളൊന്നും ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ ആ ദിവസത്തെ ആഘോഷമാക്കി മാറ്റിയവർ. ഈ ചതിയിൽ പെട്ടുപോയിട്ടുണ്ട് നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനത്തിന്, സ്വഹാബത്തിന്റെ ജീവിതത്തിന് സാക്ഷ്യം പറയുന്നില്ലാത്ത ഈ നബിദിനാഘോഷം കൊണ്ടുവന്നവർ ഈ ചതിയന്മാരാണ്. ദീനിനെ വിറ്റ് കാശാക്കിയവർ. തങ്ങൾക്ക് സ്വീകാര്യതയില്ല എന്ന് വന്നപ്പോൾ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ആൾക്കാരാണ് എന്ന് പറയാൻ അവർ തട്ടിക്കൂട്ടിയെടുത്ത ആചാരം. അവരാണ് ഈ 300 കൊല്ലം ഇത് കൊണ്ടുവരുന്നത്. അത് പറഞ്ഞാൽ ആളുകൾ അവരെ ആട്ടി ഓടിക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് 300 കഴിഞ്ഞ് നേരെ 600-ലേക്ക് ചാടിയത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് ചതിയാണ്. ഈ ചതിയിൽ പെട്ടുപോകരുത്. ഈ ചതിക്കാണ് നമ്മൾ പരസ്യം കൊടുക്കുന്നത്. ഈ ചതിക്കാണ് പായസവും മിഠായും ലഡു നാരങ്ങ വെള്ളവും നമ്മൾ ഓഫർ ചെയ്യണത്. ഈ ചതിയെ സ്വീകരിക്കാനാണ് നമ്മുടെ കടകൾ നമ്മൾ അലങ്കരിക്കുന്നത്. നല്ല ശ്രദ്ധിച്ചോളി സഹോദരങ്ങളെ. പടച്ചോൻ വെറുതെ വിടുന്ന് വിചാരിക്കണ്ട. ഏതാഘോഷമാണെങ്കിലും, നബിദിനാഘോഷം മാത്രമല്ല, നാട്ടിൽ നടക്കുന്ന എന്താഘോഷമാണെങ്കിലും, എന്തിൻ്റെ പേരിലാണെങ്കിലും, അത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കളയുന്ന, നരകം വാങ്ങുന്ന, ഈമാൻ പണയപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഉപ്പയെ കൊന്ന കുട്ടിയുടെ വാർത്ത, ഉമ്മയെ കൊന്ന കുട്ടിയുടെ വാർത്ത, മുത്തച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത 13-കാരിയുടെ വാർത്ത. എന്തിന്? ഒരു ഐഫോൺ വാങ്ങാൻ, ഒരു ബുള്ളറ്റ് വാങ്ങാൻ തൻ്റെ കൂട്ടുകാർക്ക് മുത്തച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത് ആ കൊല്ലുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ വീഡിയോ കോളിൽ വിളിച്ച് ഇത് കാണിച്ചു കൊടുക്കുന്നത് കണ്ടിരുന്ന ഒരു കുട്ടിയുടെ വാർത്ത. മോഷ്ടിക്കാൻ വേണ്ടി പോയി സ്വന്തം പ്രിൻസിപ്പളിൻ്റെ അധ്യാപികയുടെ വീട്ടിൽ കയറി ആ അധ്യാപികയെ കുത്തിക്കൊന്ന 10ാം ക്ലാസ്സുകാരുടെ വാർത്ത. ട്രെയിനിൽ സഞ്ചരിക്കെ വീൽ ചെയറിലുള്ള അമ്മയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് കൊന്ന വാർത്ത. ഇതൊക്കെ ഇന്നലെ വന്ന വാർത്തകൾ. സഹോദരങ്ങളെ, ഈ വാർത്തകൾ പത്രങ്ങളുടെ പേജിൽ മാത്രം ഒതുങ്ങണമെന്നില്ല. ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് ഇത് നമ്മുടെ വീട്ടിൻ്റെ പൂമുഖത്തേക്ക് എത്താൻ അധികം സമയമില്ല. നമ്മുടെ മക്കൾ ഇതേ സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റാണ്. അവരിതിനേക്കാൾ വ്യക്തമായി ഈ വാർത്തകളും ചെയ്തികളും കാണുന്നുണ്ട്.
മക്കളുടെ മനസ്സൊന്നു മാറിയാൽ ഇന്നലകളിലെ പത്രത്തിലെ ഫോട്ടോകളുടെ സ്ഥാനത്ത് നാളെ നമ്മുടെ ഫോട്ടോ വരില്ല എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പടച്ചവനെ കുറിച്ച് അറിയണം, പരലോകത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം 4 മണി മുതൽ ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ കുട്ടികൾ ഇറങ്ങുകയാണ്. നമ്മുടെ സമ്മേളനം സർ സയ്യിദ് കോളേജിൻ്റെ വിശാലമായ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കാനിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന കുട്ടികൾ, നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം. രക്ഷിതാക്കൾ 8ാം ക്ലാസ്സിന് മുകളിലുള്ള നമ്മുടെ കുട്ടികളെ അതിൽ ബോധപൂർവം ഇൻഷാ അല്ലാഹ് പങ്കെടുപ്പിക്കണം. തീർച്ചയായും കുട്ടികൾക്ക് ഹൃദ്യമാകുന്ന രൂപത്തിൽ മാഷാ അല്ലാഹ് നമ്മുടെ വിദ്യാർത്ഥികൾ ആ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ നടന്നു കിട്ടാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എന്തു സഹായമാണോ നമ്മൾ കൊടുക്കേണ്ടത് അത് നമ്മൾ കൊടുക്കണം. കുട്ടികളാണ്, നമ്മുടെ മക്കളെ പോലെ പഠിക്കുന്ന 10നും +1നും ഡിഗ്രിക്കും പഠിക്കുന്ന കുട്ടികളാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പണം ആവശ്യമാണ്. അകമഴിഞ്ഞ് മനസ്സ് തുറന്ന് പോക്കറ്റിലുള്ളതിനെ ബാധിക്കുന്ന രൂപത്തിൽ ഒരു സംഖ്യ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ ഏൽപ്പിക്കാൻ കഴിയണം. അവരേറ്റെടുത്തതൊരു മഹാദൗത്യമാണ്. നമ്മുടെ വീട്ടിലൊരു മദ്യപാനി ഇല്ലാതിരിക്കാൻ, ഒരു കൊലപാതകി ഇല്ലാതിരിക്കാൻ, നമ്മെ വെട്ടി നുറുക്കുന്നത് ആനന്ദത്താൽ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന ഒരു പേരക്കുട്ടി നമുക്കില്ലാതിരിക്കാൻ ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. സാമ്പത്തികമായി സഹായിക്കണം, ശാരീരികമായി സഹായിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.